ദയവായിട്ട് ഇതൊന്ന് ഐശ്വര്യപൂർണ്ണമായി പറഞ്ഞു വയ്ക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സന്തോഷം ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അല്ലല്ലോ, നമ്മുടെ മന്ത്രിയാണ്. നിങ്ങളത് അങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെയും ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രിയാണ് നിങ്ങൾ സാധാരണ മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞാനിപ്പോൾ സുരേഷ് ഗോപി എന്ന് വിളിക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ഈ മന്ത്രി എന്ന സ്ഥാനം ഞാൻ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള വേറെ ബന്ധമുണ്ട്. സുരേഷിനെ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ സുരേഷ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിത് അറിയില്ല എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് എനിക്ക് തീരെ ഒന്നും അറിയില്ല. സുരേഷ് ഗോപിയെ വിളിച്ചു, ഉടനെ ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതൊരു സൗഹൃദ വേദിയാണ്, സൗഹൃദ സമ്മേളനമാണെന്ന് കേട്ടു. പക്ഷേ സിനിമയിൽ ഞങ്ങൾ അത്ര സൗഹൃദത്തിലല്ല. സുരേഷ് ഗോപി നായകനും ഞാൻ വില്ലനുമായിട്ടാണ് സാധാരണ കണ്ടുമുട്ടുന്നത്. ഒരു പടത്തില് ജനാധിപത്യം എന്ന സിനിമയില് സുരേഷിന്റെ കാൽ തല്ലൊടിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് സുരേഷ് ഗോപി പറയും, ഞാനിവിടെ അധികാരത്തിൽ വരും. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം സിനിമയില് അന്ന് തന്നെ ചീഫ് മിനിസ്റ്റർ നായനാർ, ആർ ഡി നായനാർ എന്ന് പറയുന്ന രാമദേവ നായനാർ. അപ്പൊ രാമദേവ നായനാറെ ഉണ്ടാക്കിയത് ഈ ദേവൻ എന്ന വില്ലനാണ്. അപ്പോ അത് ഞങ്ങൾ ശത്രുതയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോ അതിനുശേഷം ഞാൻ കുറെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലൈമാക്സില് ഇദ്ദേഹം എന്നിട്ടുണ്ട് പെരുമാറും ഇടിച്ച് പരപ്പടക്കി എന്നങ്ങ് കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ സുരേഷിനെ കാണുമ്പോ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതില് പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു, ഇത് ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം വരികയാണെങ്കിൽ പറയാം, സാന്ദർഭികമായിട്ട് വരികയാണെങ്കിൽ പറയാം എന്നല്ലേ? ഓക്കെ. ഞാനിവിടെ രാഷ്ട്രീയം പറയുന്നില്ല, കാരണം ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ രാഷ്ട്രീയം ഞാൻ പറയും. കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ നടക്കുന്നത് രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമല്ല. ഏതെങ്കിലും പാർട്ടിയുടെ നിറത്തിൽ ഒന്നുമല്ല ഇവിടെ.